അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മീ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് 2025 മാർച്ച് മാസത്തിൽ നടക്കുന്ന മഹാശനിമാറ്റം മൂലം 5 രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നു. ആ 5 രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഹാശനിമാറ്റം കൊണ്ട് 12 രാശികളിൽപ്പെട്ട 5 രാശിക്കാർക്കാണ് ഗുണമുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം തന്നെ വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയിരുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ഈശ്വരൻ കൊണ്ടുതരുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ മഹാശനിമാറ്റം. ഈ പറയുന്ന രാശിയിലുള്ള നക്ഷത്രക്കാർ നിങ്ങളുടെ ജാതകം ഒരു ജ്യോത്സ്യനെ കണ്ട് ശരിയായ രീതിയിൽ പരിശോധിച്ച് അതിൽ പറയുന്ന എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം ചെയ്ത് വഴിപാടുകൾ നടത്തിപ്പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ മഹാശനിമാറ്റം കൊണ്ട് വളരെയേറെ ഗുണം തന്നെ ഉണ്ടാകുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഈ ജാതകം നോക്കുന്നതിനെ പറ്റി എപ്പോഴും പറയുന്നുണ്ട്. അത്രയ്ക്കും പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇത് ഞാൻ സ്ഥിരം പറയുന്നത്. ഇവിടെ പറയുന്ന 5 രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയുമാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാർക്കാണ് ഈ മഹാശനിമാറ്റം കൊണ്ട് അഭിവൃദ്ധി ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് തുലാൻ രാശിയിലെ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്കാണ് ഈ മഹാശനിമാറ്റം കൊണ്ടുള്ള ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്നത്. തുലാൻ രാശിയിലെ ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി വളരെ നല്ലൊരു അഭിവൃദ്ധിയിലേക്കാണ് ഇനി പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇനി വളരെയധികം ഈശ്വരാധീനം ഉണ്ടാകുന്നതാണ്. അത് കാരണം ഇവരുടെ കർമ്മ മേഖലയിൽ എല്ലാ കാര്യങ്ങളിലും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നത് മൂലം ഇവരുടെ ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകും. തുലാൻ രാശിയിലെ നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾ, അതായത് അച്ഛനും അമ്മയ്ക്കുമൊക്കെ സന്താനങ്ങൾ മൂലം മനസ്സമാധാനവും പേരും പ്രശസ്തിയും ലഭിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ വളരെ ഉയർച്ചയും ഉന്നത വിജയവും നേടാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വളരെ ഉന്നതമായിട്ടുള്ള ജോലികൾ ലഭിക്കുകയും നല്ല വിവാഹ ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും. വളരെ നല്ല ഗുണങ്ങളാണ് തുലാൻ രാശിയിലെ നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് സന്താനപരമായിട്ട് ലഭിക്കാൻ പോകുന്നത്. വർഷങ്ങളായി സന്താനങ്ങളില്ലാതിരുന്ന തുലാൻ രാശിക്കാർക്ക് ഈ കാലയളവിൽ സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിന് സുഖവും സന്തോഷവും കുടുംബത്ത് മനസ്സമാധാനവും ലഭിക്കുന്ന സമയമാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല കാലയളവാണ് ഈ വരുന്നത്. പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്ന ബിസിനസ് വളരെ ഭംഗിയായി റീഓപ്പൺ ചെയ്യുന്നതിനും പറ്റിയ സമയമാണ്. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ കൃഷി വിപുലീകരിക്കും. തുലാൻ രാശിക്കാർക്ക് എന്തുകൊണ്ടും വളരെ നല്ല സമയമാണ് ഈ വരുന്നത്. കാരണം തുലാൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നത് തുലാൻ രാശിക്കാരാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികം പല മേഖലയിൽ നിന്നും വന്നു ചേരും. നിങ്ങൾ ഓരോരുത്തരും ഈ മഹാശനിമാറ്റം കൊണ്ടുള്ള യോഗം മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതായത് ജോലിയിൽ നിങ്ങൾക്ക് വളരെയേറെ പുരോഗതി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ജോലിയിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. തുലാൻ രാശിയിലെ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യവും സന്തോഷവും സാമ്പത്തികവുമാണ് ഇനി വരുന്നത്. നിങ്ങൾ വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാടായ തൃക്കൈവണ്ണ നിങ്ങളവിടെ വഴിപാടായി ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ
ഐശ്വര്യം പൂർണ്ണമായിട്ടും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തത് മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ മഹാശനിമാറ്റം കൊണ്ടുള്ള ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവ ഐശ്വര്യങ്ങളാണ് ഇനി ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മകരൻ രാശിക്കാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി വളരെ സന്തുഷ്ടമായ ഒരു ജീവിതമായിരിക്കും ഇവർക്കിനി വരാൻ പോകുന്നത്. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പിണക്കങ്ങളെല്ലാം തന്നെ മാറി സ്വസ്ഥതയാർന്ന ഒരു ജീവിതം ഉണ്ടാകും. കുടുംബത്തിൽ മനസ്സമാധാനമുണ്ടാകും. എല്ലാവരും പരസ്പരം സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇനി ഉണ്ടാവുക. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും. മകരൻ രാശിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതുവരെ അവർക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുമൂലം കുടുംബങ്ങളിൽ യാതൊരുവിധ സമാധാനവും സന്തോഷവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എപ്പോഴും വഴക്കും പിണക്കങ്ങളും സാമ്പത്തികത്തെക്കുറിച്ചുള്ള പരാതികളൊക്കെ ആയിട്ടായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ മഹാശനിമാറ്റം വന്നു കഴിഞ്ഞാൽ മകരൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയധികം ധനാഭിവൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. അതുമൂലം വീട്ടിൽ മനസമാധാനവും സന്തോഷവും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുകയാണ്. ഇവരിനി എന്താണ് മനസ്സിലാഗ്രഹിച്ചിരുന്നതോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ കാലയളവിൽ നടന്നിരിക്കും. നിങ്ങളെ അവഗണിച്ചവരും തള്ളിപ്പറഞ്ഞതുമായ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഇനി മുതൽ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് അത്രയ്ക്കും സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു രീതിയിൽ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ് ഈ വരുന്നത്. ഇവർക്ക് നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയും. ഇവർ ഉദ്ദേശിച്ച പദവിയിലേക്ക് ഇവർക്ക് സ്ഥാനക്കയറ്റം കിട്ടും. സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ കാലഘട്ടം. തൻ്റേതല്ലാത്ത കാരണങ്ങൾ ജോലിയിൽ നിന്നും മാറ്റപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവരെ ഈ സമയത്ത് ജോലിയിൽ തിരിച്ചെടുക്കും. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾക്ക് അറിവില്ലാത്ത മേഖലയിൽ ജോലി ലഭിക്കുകയും ആ ജോലി പെട്ടെന്ന് തന്നെ പഠിച്ച് ആ ജോലിയിൽ നല്ലൊരു പേര് സമ്പാദിച്ച് ആ ജോലിയിൽ പിടിച്ചു നിൽക്കാനും സാധിക്കും. കാരണം ശുക്രൻ്റെ സ്വഭാവം നിങ്ങളെ കർമ്മോത്സവനാക്കുകയും ചെയ്യുന്ന ജോലിയിൽ ഉത്സാഹത്തോടു കൂടി ചെയ്യാനുള്ള മാനസിക പ്രവണത വന്നു ചേരുകയും ചെയ്യും. വർഷങ്ങളായിട്ട് സ്ഥിരമായി ഒരു ജോലി ഇല്ലാത്തവർക്ക് ഈ കാലയളവിൽ സ്ഥിരമായി അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കുകയും ജോലിയിൽ വളരെ അധികം ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാക്കുകയും ചെയ്യും. മേലധികാരികളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ച് നിന്നിരുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന മകരൻ രാശിക്കാർക്ക് ഈ മഹാശനിമാറ്റത്തിന് ശേഷം മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ദേഷ്യമോ വഴക്കോ ഒന്നും തന്നെ കിട്ടില്ല. അവരുടെ മനസ്സ് മാറും. സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മകരൻ രാശിക്കാർക്ക് ഈ മഹാശനിമാറ്റം മൂലം വളരെയധികം ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളുമാണ് വന്നു ചേരാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും മകരൻ രാശിക്കാർക്ക് ഈ മഹാശനിമാറ്റം വളരെ ഗുണകരമായി തന്നെയാണ് വന്നു ഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അടുത്തത് ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കാണ് ഈ മഹാശനിമാറ്റം കൊണ്ടുള്ള ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. ഇടവൻ രാശിക്കാർക്ക് മഹാലക്ഷ്മിയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും. അതുമൂലം സാമ്പത്തിക ഭദ്രത, കുടുംബത്തൈശ്വര്യം, മനസ്സമാധാനം അങ്ങനെ എല്ലാവിധ യോഗങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും. വർഷങ്ങളായി ഇടവ രാശിക്കാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം തന്നെ ഇനി മാറാൻ പോവുകയാണ്. ഇവർക്ക് വലിയൊരു ജീവിത വിജയം തന്നെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ഇവരെ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇതുവരെ. എത്രയൊക്കെ ജോലിക്ക് ശ്രമിച്ചിട്ടും അത് നടക്കാതിരിക്കുക,
ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം കിട്ടാതിരിക്കുക. കിട്ടുന്ന ശമ്പളം കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ മഹാശനിമാറ്റം മൂലം അതിൽ നിന്നെല്ലാം ഒരു മോചനം തന്നെ ലഭിക്കുകയാണ്. സാമ്പത്തികമായി ഇനി മുതൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അത്രയ്ക്കും ഗുണകരമായ അവസ്ഥയിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത് തന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും മാനസിക വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ വിട്ടുമാറി പുതിയൊരു ജീവിതം തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ അതെല്ലാം തന്നെ ഈ കാലയളവിൽ സഫലീകരിക്കും. ഇവരുടെ ജോലിയിൽ വളരെയധികം ഉയർച്ച നേടും. കാലാകാലങ്ങളായി പ്രമോഷന് സാധ്യതയില്ലായിരുന്ന ഈ നക്ഷത്രത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലിയിൽ പ്രമോഷൻ ലഭിക്കും. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ കാലമാണിത്. വളരെയധികം ഉയർച്ച തന്നെ ബിസിനസ്സിൽ നിന്നുണ്ടാവും. അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഈശ്വരാധീനം ഉള്ള സമയമാണ്. ആയതിനാൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിരുന്നാലും അത് നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിച്ചിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം മനസ്സമാധാനവും സന്തോഷവും എല്ലാം വന്നു ചേരും. ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പലവിധ വഴിപാടുകളും നിങ്ങൾ ഈ സമയത്ത് ചെയ്തു തീർക്കും. ഇടവൻ രാശിക്കാരായ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ജാതകമോ ഗൃഹനിലയോ ഒരു ജ്യോത്സ്യനെ കാണിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും തന്നെയായിരിക്കും ഇനി വന്നു ചേരാൻ പോകുന്നത്. അടുത്തതായി കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ മഹാശനിമാറ്റം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഫലവത്തായിട്ടുള്ള അവസ്ഥകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ രാശിക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി, മാനസിക സന്തോഷം, ജോലിയിൽ ഉയർച്ച എന്നിങ്ങനെ പല തരത്തിലുള്ള ഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു മാറും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സൗഭാഗ്യങ്ങളും മാറ്റങ്ങളും വന്നു ചേരുന്നത്. അതായത് ഇതുവരെ സ്ഥിരമായി ഒരു ജോലിയില്ലാത്തവർക്ക് സ്ഥിരം ജോലി ലഭിക്കുക, അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം പകുതി വഴിയിൽ നിന്നിരുന്നവർക്ക് അത് പൂർത്തിയാക്കുക, വിദേശത്ത് ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ട് ലഭിക്കാത്തവർക്ക് ഈ സമയത്ത് ജോലി ലഭിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ പല വിധത്തിൽ വന്നു ചേരുമെന്ന് പറഞ്ഞത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നിരിക്കും. കർക്കിടകൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ് ഈ മഹാശനിമാറ്റം കൊണ്ടുവരുന്നത്. ഇവരുടെ ജീവിതത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന പല രോഗങ്ങളും ഈ ശനിമാറ്റം കൊണ്ട് പൂർണ്ണമായി മാറി പരിപൂർണ ആരോഗ്യവനായി തിരിച്ചു വരുന്നതായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഈ മഹാശനിമാറ്റം കൊണ്ട് ഇവർക്ക് കിട്ടുന്ന പ്രധാന നേട്ടം. കടബാധ്യതകൾ പൂർണ്ണമായും ഇവർക്ക് അടച്ചു തീർക്കാൻ കഴിയും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പണച്ചിലവുകൾ വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ആളുകളിൽ നിന്നും ആ പണം നിങ്ങളുടെ കയ്യിലെത്തിച്ചേരും. അനാവശ്യമായ പാഴ്ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് വിവാഹ കാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വരികയും വളരെ ഭംഗിയായി അവരുടെ വിവാഹം നടക്കുകയും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും ചെയ്യും. കർക്കിടകൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗങ്ങളിൽ വളരെ അധികം ഉയർച്ച തന്നെയായിരിക്കും ഉണ്ടാവുക. പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങി ബിസിനസ് വിപുലീകരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഉയർച്ച തന്നെ ഉണ്ടാകും. അവർക്ക് വളരെ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും. സമൂഹത്തിൽ വളരെ പേരും പ്രശസ്തിയും ഉണ്ടാകും. കർമ്മരംഗങ്ങളിൽ വളരെയധികം ഉയർച്ച തന്നെയാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. ഈ രാശിയിലെ നക്ഷത്രക്കാർ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഭഗവാൻ കാണും. എന്നിരുന്നാലും ഗണപതി ഭഗവാന് മാത്രമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ഗണപതി
കൂലക്കിൽ അതുപോലെ ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുക. ഒരു ഗണപതി ഹോമമെങ്കിലും വഴിപാടായിട്ട് നടത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെയേറെ നല്ല സമയം തന്നെയാണ് ഈ മഹാശനി മാറ്റം കൊണ്ട് വന്നു ചേരുന്നത്. അടുത്തത് വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഈ മഹാശനി മാറ്റം കൊണ്ട് നല്ല സമയം വന്നു ചേരാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ രാശിയിലെ നക്ഷത്രക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും മനക്ലേശവും കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരാണ്. ഈ മഹാശനിമാറ്റം കൊണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനയോഗവും മനസ്സമാധാനവും ജീവിതത്തിലെ ഉയർച്ചയും എല്ലാം തന്നെ വന്നു ചേരാൻ പോകുകയാണ് ഇവർക്ക്. ഈ കാലയളവിൽ ഇവർക്ക് വളരെ അധികം ദൈവാധീനം വന്നു ചേരുന്നത് കൊണ്ട് ചെയ്യുന്ന ജോലികളിലെല്ലാം തന്നെ ഉയർച്ച തന്നെ ഉണ്ടാവും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയേറെ പുരോഗതിയാണ് വരാൻ പോകുന്നത്. ഇവർ ബിസിനസ് വിപുലീകരിക്കും. അതുമൂലം സാമ്പത്തികമായി ഉയർച്ച തന്നെ ഉണ്ടാവും. വീടുകളിൽ മനസമാധാനവും സന്തോഷവും എല്ലാം നിലനിൽക്കും. സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് ഈ വരുന്നത്. ഇവർക്ക് ഉദ്യോഗക്കയറ്റം കിട്ടും. ഇവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ ജോലിയിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വളരെ നല്ല മാറ്റമാണ് ഇനി വരുന്നത്. പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ട് കിടന്നത് വീണ്ടും തുടങ്ങി പണി പൂർത്തിയാക്കുക, വർഷങ്ങളായി കൃഷി നടത്താതിരുന്ന നിലങ്ങളിൽ വീണ്ടും കൃഷി തുടങ്ങുക, അങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട വളരെയേറെ നല്ലൊരു മാറ്റം തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക. പുതിയ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പറ്റിയ സമയം തന്നെയാണിത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ രാശിയിലെ നക്ഷത്രങ്ങളായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മാനസിക വിഷമങ്ങളും കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്രയേറെ ഇവർ കഷ്ടപ്പെട്ടിരുന്നു. ഇനി മുതൽ അതെല്ലാത്തിനും ഒരു മാറ്റം തന്നെ വരാൻ പോവുകയാണ്. ഇവർക്ക് രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു കിട്ടും. നറുക്കെടുപ്പിലൂടെ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. സുഹൃത്തുക്കൾ വഴി ഇവർക്ക് പുതിയ ഉദ്യോഗവും സാമ്പത്തിക സഹായവും ലഭിക്കും. പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബന്ധുമിത്രാദികളും ആയിട്ട് പൂർവാധികം സ്നേഹത്തോടുകൂടി ഒന്നുചേരാൻ കഴിയും. സാമ്പത്തികപരമായിട്ട് വളരെയധികം അഭിവൃദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത്. അതുമൂലം ഇവർക്കുണ്ടായിരുന്ന എല്ലാ കടബാധ്യതകളും അടച്ചു തീർത്ത് ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ കഴിയും. ജോലിയിലും ജീവിതത്തിലും എല്ലാം തന്നെ മാനസികമായി പുതിയൊരു ഉണർവോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. ദാമ്പത്യ സൗഖ്യം ലഭിക്കും. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകുവാൻ കഴിയും. ഈശ്വര അനുഗ്രഹത്താൽ മാനസിക സന്തോഷവും ഭാഗ്യവും എല്ലാം തന്നെ വന്നു ചേരും. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ കഴിയും. കുടുംബവുമൊത്ത് ദീർഘദൂര യാത്രകൾ നടത്തും. എല്ലാം കൊണ്ടും വളരെയേറെ അഭിവൃദ്ധി തന്നെയാണ് ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തന്നാലാവും വിധം ചെറിയ വഴിപാടുകളെങ്കിലും നടത്തണം. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനെ കാണിക്കുക. അതിൻ്റെ ഗ്രഹനിലയെല്ലാം ഒന്ന് പരിശോധിക്കുക. കാരണം ഇതൊരു പൊതുഫലമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റമൊക്കെ വെച്ച് എന്തെങ്കിലും ചെറിയ ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഈ മഹാശനിമാറ്റം കൊണ്ടുള്ള ഈ യോഗം തീർച്ചയായും ലഭിച്ചിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.